അവരിവിടെ പൊതിച്ചോറ് കൊടുക്കുന്ന കഥ പറഞ്ഞ് ഇന്ന് കേരളത്തിലെ പല ജയിലുകളിലും പൊതിച്ചോറ് കൊണ്ടുവന്ന് ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന തിരക്കിലാണ്. ആ സനോജിനോടും വസീഫിനോടും ഞങ്ങൾ പറയുന്നു, ആ പൊതിച്ചോറുമായി നിങ്ങൾ വരും കാലങ്ങളിൽ സെൻട്രൽ ജയിലുകളിലേക്ക് പോകേണ്ടി വരിക. അത് കടകംപള്ളിക്കും പത്മകുമാരനും പിണറായി വിജയനും കൊടുക്കാൻ വേണ്ടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ കട്ടെടുക്കുന്ന ഈ സർക്കാർ യുവജന വിരുദ്ധമായ ഒരു സർക്കാരാണ്. ആ സർക്കാരിനെതിരായ അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എറണാകുളത്ത് ഈ മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മാർച്ചിനെ തടയാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള പോലീസുകാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളെ പോലെ തന്നെ പരീക്ഷ എഴുതി പാസ്സായ റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ചെറുപ്പക്കാർ ആ കൂട്ടത്തിൽ നിങ്ങളുടെ മക്കളുമുണ്ട്. അവർക്കും തൊഴിൽ ലഭിക്കുന്നില്ല. നിങ്ങളെ പോലെ തന്നെ ഈ സംസ്ഥാനത്തിനകത്ത് തൊഴിലാഗ്രഹിച്ചു നിന്നിരുന്ന ആളുകൾ ഒരുപാട് PSCയുടെ റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ടും അവരെ ഒന്ന് നിയമിക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന അവിടെ താൽക്കാലികമായി ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. KSRTCയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരാളെ പോലും നിയമിക്കുന്നില്ല. അങ്ങനെ നിയമന വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരാണ് ഞങ്ങളുടെ സമരം. വരും തലമുറകളിൽ നിങ്ങളുടെ കൂടി മക്കളും മരുമക്കളും അടക്കമുള്ള ആളുകളുണ്ട് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകും നല്ലതാണ്. നിങ്ങൾ കാവൽ നിൽക്കുന്നതും നിങ്ങൾ ബാരിക്കേഡ് വെച്ച് തടയുന്നതും നിങ്ങൾ ലാത്തി പിടിച്ച് സല്യൂട്ട് ചെയ്യുന്നതും കാട്ടുകള്ളന്മാർക്കാണ് എന്ന കാര്യം ഈ പോലീസുകാരെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഈ സമരത്തെ 2 ബാരിക്കേഡുകൾ നിരത്തിവെച്ച് തടയാമെന്നുള്ളതാണെങ്കിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ ഈ ബാരിക്കേഡുകൾ മറികടക്കുമെന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഈ പോലീസുകാരെ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സുദീർഘമായി കടന്നു പോകുന്നില്ല. ഈ സമരത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ സഹപ്രവർത്തകരെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് യുവജന വിരുദ്ധമായ ഈ സർക്കാരിനെതിരായ അതിശക്തമായ സമര പോരാട്ടങ്ങളിൽ നാളുകളിലും തെരുവുകളിലുണ്ടാകും. ശബരിമലയിലെ സ്വർണം മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ കൂടി കട്ടെടുത്തൊരു സർക്കാരാണ്. ഈ കാട്ടുകള്ളന്മാരായ ഈ നേതാക്കന്മാരുടെ ഈ സർക്കാരിനെതിരായ അതിശക്തമായ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. 2 മാസം കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ സല്യൂട്ട് ചെയ്യേണ്ടവരാണ് നിങ്ങളെന്ന ഓർമ്മ അപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാർക്ക് കൂടി ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം